ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. വളരെ മനോഹരവും അനുഗ്രഹപ്രദവുമായ സുദിനമാണിന്ന്. കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാളാണിന്ന്. അതോടൊപ്പം ഭാരതീയരായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ ദിനവും. 78 വർഷങ്ങൾക്ക് മുമ്പ് ഭാരതത്തിന്റെ സ്വാതന്ത്ര്യം എന്നത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ അടിമത്തത്തിൽ നിന്നുള്ള മോചനമായിരുന്നു. സ്വതന്ത്ര ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എന്താണ് സ്വാതന്ത്ര്യം? അത് എങ്ങനെയാണ് പ്രകടമാക്കേണ്ടത്? എന്റെ സ്വാർത്ഥ താല്പര്യങ്ങളെ മാറ്റിവെച്ച് സഹോദരരുടെ നന്മയ്ക്ക് വേണ്ടി ജീവിതം അർപ്പിക്കുന്നതല്ലേ സ്വാതന്ത്ര്യം? പരിശുദ്ധ അമ്മ തന്റെ ഇഷ്ടത്തെയും ഇച്ഛകളെയും താല്പര്യങ്ങളെയും മാറ്റി നിർത്തി മാനവകുലത്തിന്റെ മുഴുവൻ രക്ഷയ്ക്ക് വേണ്ടി ദൈവിക പദ്ധതിക്ക് മുൻപിൽ അടിയറവ് പറഞ്ഞു. അങ്ങനെ സ്നേഹരാഹിത്യത്തിന്റെ അടിമത്തത്തിൽ നിന്നും ദൈവസ്നേഹത്തിന്റെ മാധുര്യം ആസ്വദിക്കുകയും മാനവകുലത്തിന് സ്വാതന്ത്ര്യം പകർന്നു നൽകുകയും ചെയ്തു. ഈ പുണ്യദിനത്തിന്റെ ഓർമ്മയാചരിക്കുമ്പോൾ നമുക്കും ഈ സ്വാതന്ത്ര്യം നമ്മുടെ ഹൃദയത്തിൽ ആസ്വദിക്കാം. അപ്പോൾ നമുക്കും പറയാനാകും, എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. നമ്മുടെ രാഷ്ട്രത്തെയും ഭരണാധികാരികളെയും ലോകം മുഴുവൻ വേദന അനുഭവിക്കുന്ന സകല ജനതകളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് സമർപ്പിക്കാം. ഏവർക്കും പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാളിന്റെയും ഭാരത സ്വാതന്ത്ര്യ ദിനത്തിന്റെയും ആശംസകൾ ഏറെ സ്നേഹപൂർവ്വം നേരുന്നു.